ഹായ് ഗായ്സ്, ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് സെൽഫ് ലവ് ഉള്ളതും സെൽഫ് ലവ് ഇല്ലാത്ത സമയത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി വന്ന് എന്താ നിൻ്റെ പേര്? ഹായ് ഗായ്സ്, മൈ നെയിം ഈസ് ജിവ. എവിടെ നേരത്തെ പഠിച്ചത്? ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. പപ്പ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ പപ്പ ഓഫീസിൽ ജോലി. 2 മാസങ്ങൾക്ക് ശേഷം. ഹായ്. എന്താ ലേറ്റായി? ബസ് ലേറ്റായി, അതവൻ അനൗൺസ്. എടാ നിങ്ങളുടെ കാശാണ് 1000. തരാം. ജിപ്പ് ചെയ്താൽ മതി. ആ മതി. ഓക്കെ, ജിപ്പ് ചെയ്ത്. താങ്ക്സ് ഡാ. ഞാൻ ക്ലാസ്സിൽ പോവാം, നീ വന്നാൽ മതി. ഓക്കെ. എടാ നിൻ്റെ ഒരു എക്സ്ട്രാ നോട്ട് വേണോ? എനിക്ക് ഇങ്ങോട്ട് തരുമോ? നോട്ട് എടുക്കാനേ മറന്നു പോയി. പിന്നെ തന്നാൽ മതി. ഇനി നമുക്ക് ലീവാണല്ലോ, സിനിമയ്ക്ക് പോയല്ലോ. സിനിമയ്ക്കോ? എന്നോട് പറഞ്ഞില്ലല്ലോ സിനിമയ്ക്ക് വരും. അയ്യോ സോറി ഡി, 3 ടിക്കറ്റ് എടുത്തോളൂ. നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ. ഒരാഴ്ചയ്ക്ക് ശേഷം. ശരി. ഹലോ. എടി ഞാനൊരു കാര്യം പറയാം. ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, എനിക്കൊരു 500 വേണം. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഹലോ. പപ്പ ഞാനാ. എൻ്റെ ഫ്രണ്ടിന് ഒരു 500 രൂപ പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞു. ഓക്കെ. വന്നു. ഹലോ. എടി ഞാൻ ഇട്ടിട്ടുണ്ട്. എടി പിന്നെ വേറൊരു കാര്യം. ഞാൻ പിന്നെ കേൾക്കാം, ഞാനിപ്പോൾ ബിസിയാണ്. ഓക്കെ. ആടാ പിന്നെ വിളിച്ചു. സെൽഫ് ലവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം. ഹലോടാ. കാറിന്റെ ഉണ്ട്, ബൈക്കിനുണ്ട്. രണ്ട് ലൈസൻസ് ഉണ്ട്. എടാ നിന്റെ കാശല്ലോ? 1000 bucks. Okay, I will check it. നോടാ, അക്കൗണ്ട് how new cash. പപ്പയോട് നീ പാപ്പേനോട് വെക്കാം. ഓക്കെ, നമ്പർ 3. ഓക്കെ. Hello dad, my friend asked 1000 bucks. 50. Yeah, that friend. Oh, okay. Sorry, അവിടെ ഇപ്പൊ ക്യാഷ് ഇല്ല. ഓക്കെ. ഇത് ഞാൻ അങ്ങോട്ട് ക്ലാസ്സിലോട്ട് പോവാം. ശരി. ഇവളിപ്പോ പഴയ പോലെ ഒന്നും അല്ലല്ലോ. I'm so sorry, my helmet മറന്നു. ഓക്കെ. ഞങ്ങളുടെ പഴയ ഫ്രണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, അവൾ ഒരുപാട് മാറിപ്പോയി. അത് പറഞ്ഞാൽ ശരിയായിരിക്കാം, പണ്ടത്തെ ഞാനല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ശരിയാ, ഒരുപാട്. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, സെൽഫ് ലവ്.
സെൽഫ് ലവ് ഞാൻ എപ്പോൾ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് ഫുള്ള് ചേഞ്ചസ് ആയി. ഞങ്ങളുടെ കൂടെ നിന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഏതത് പറയാമെങ്കിൽ നിങ്ങൾ ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ബുക്ക് തരാറില്ല, ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. നീ ഒരുപാട് മാറിപ്പോയി. ഞാൻ തനിയെ മാറിയല്ല, ഇത് കാരണം നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ എനിക്ക് ആരുടെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് തനിയെ പോകാനും അറിയാം, വരാനും അറിയാം. അത് മാത്രമല്ല, എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനും അറിയാം. നിങ്ങളുടെ ആരുടെ ഹെൽപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത തന്നെ നല്ലത്. ബൈ. ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ ജോയൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവിനെ കുറിച്ചാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയാൻ പോകുന്നത്. നമ്മളാണെങ്കിൽ സെൽഫ് ലവ് ഇല്ലാത്ത സമയത്തും സെൽഫ് കെയർ ഒന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീന്, സ്കിന്ന് നേച്ചർ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ നടക്കും. പതിയെ ഓരോരുത്തരായിട്ട് നമുക്ക് വാല്യൂ തരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം മാത്രമേ നമ്മൾ ഇത് തിരിച്ചറിയത്തുള്ളൂ. നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ട സമയം ആയി കഴിഞ്ഞു എന്ന്. ആ സമയം തൊട്ട് നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ മാറുകയും കുറച്ച് സ്മൂത്ത് ആവുകയും നമ്മുടെ ഉള്ളിൽ വൈബ്രേഷൻ നിറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഉണ്ടാവുന്നത് വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ കാര്യങ്ങൾ പലതും, അതായത് തിരിച്ചു കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു, അതായത് ഓപ്പർച്യൂണിറ്റി പോലെ അല്ലെ ജോബ് പോലെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടി തുടങ്ങും. അപ്പം ഈ ഒരു വൈബ്രേഷൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി നടക്കുന്ന സമയത്ത് യൂണിവേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി, ഇഷ്ടപ്പെട്ട കരിയർ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഫുഡ് ഒക്കെ മേടിച്ചു തുടങ്ങും. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് പറയുന്നത്. ഞാൻ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയപ്പം മുതൽ എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളും എന്തൊക്കെ ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടായി, ഈ ഇന്ന് വരെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെൽഫ് ലവ് കൊണ്ട് എനിക്ക് കൂടുതലും യൂസ്ഫുൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കാനും, എന്ത് വന്നാലും എനിക്കൊന്നും വലിയ പ്രശ്നമില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് വലിയ സീനൊന്നുമില്ല, അങ്ങനെ ഒരു ഇത് എപ്പോഴും ഹാപ്പി ആയിരിക്കും. എവിടെ കൊണ്ടിട്ടാലും ഞാൻ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി. ആ ഒരു സെൽഫ് ലവ് ആണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വൈബ്രേഷൻസ് ഹൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നിങ്ങളും ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിയുമ്പം സെൽഫ് ലവിന്റെ ആ ഒരു റിയാലിറ്റി എന്താ മിറാക്കിളാന്ന് നമുക്ക് മനസ്സിലാവും. സ്മൈൽ ആൻഡ് ബി കോൺഫിഡന്റ്.